എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ വീണ്ടും കാണിക്കാൻ പോകുന്നത് ഒരു ആം എക്സസൈസും അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റ് സാഗിങ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസുമാണ്. ഇത് ആക്ച്വലി എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ള ഒരു എക്സസൈസ് ആണ്. അവരുടെ ചാനലിന്റെ പേര് ആം വീങ് അങ്ങനെ എന്തോ ആണ്. ചാനലിന്റെ പേര് ഞാൻ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക് കണ്ടു നോക്കൂട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൈവണ്ണം പെട്ടെന്ന് കുറയ്ക്കാനും പറ്റും. നമ്മൾ ഇതിനു മുമ്പ് എക്സസൈസസ് ഇട്ടിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള ആം എക്സസൈസസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആമില് നല്ല നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്നെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആ വീഡിയോയിൽ ഞാൻ കണ്ടതുപോലെ തന്നെയാണ് എനിക്ക് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. നല്ല എഫക്റ്റ് ആണ് കേട്ടോ. എഫക്റ്റ് മീൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കൈയൊക്കെ ഇങ്ങനെ തളർന്ന് ഒടിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീൽ വരുന്ന അത്രയ്ക്കും ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു എക്സസൈസാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്തോ വലിയ കാർഡിയോ വർക്കൗട്ട് ചെയ്തതുപോലെ വിയർക്കുകയും ചെയ്യും. നല്ല രീതിയിലുള്ള എക്സസൈസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കി എല്ലാവരും ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ മറന്നു പോയിട്ട് കറക്റ്റായിട്ട് ഡയറ്റും ഫോളോ ചെയ്യണം. ഓക്കെ, ഞാനിതൊരു ചാനലിൽ കണ്ട് നിങ്ങൾക്ക് ഇൻസ്പയർ ആയി ചെയ്ത് കാണിക്കുന്നതാണ്. നല്ല രീതിയിൽ നിങ്ങൾ ആം എക്സസൈസ് വിട്ടുപോകരുത്. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൈയും കുറയ്ക്കണം. അല്ലെങ്കിൽ പിന്നെ കൈ ഫാബ്രിക് ഒരുമാതിരി വീങ്ങി ഇതൊക്കെ ഭയങ്കര വൃത്തികേടായിരിക്കും. ഒന്നാമത് എൻ്റെ കൈക്കാണെങ്കിൽ ഒരു ഷേപ്പും ഇല്ലാത്ത കൈ, ഒരുമാതിരി ജെൻസിന്റെ കൈ എൻ്റെ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു വെട്ടൊക്കെ ഒരുമാതിരിയൊക്കെ എൻ്റെ കൈ. ഗേൾസിന്റെ കൈ പോലുള്ള കൈയല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ വളയൊന്നും ഇട്ട ഒരു ഭംഗിയും കാണത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഈ ഒരു ബ്രേസ്ലെറ്റ് മാത്രം യൂസ് ചെയ്യുന്നത്, വളയൊന്നും ഇടാതെ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈയുടെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ്. ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കസിൻ തന്നെയാണ്, പുള്ളി ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഈ ഒരു ആം എക്സസൈസ്. അപ്പോൾ കുറേ നാളോട് എന്നോട് പറയുന്നത്. പിന്നെ ആ ചാനലിൽ കാണിച്ച അതുപോലെ ഞാൻ എങ്ങനെ കാണിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാതിരുന്നത്. പിന്നെ ഞാൻ ഇപ്പം നമ്മൾ വർക്കൗട്ട് സീരീസ് ആണല്ലോ, അതുകൊണ്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള, നിങ്ങൾ ആരും കമന്റ് ഒന്നും ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ കമന്റ് ചെയ്യാതിരുന്നപ്പോൾ ഞാൻ ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് എക്സസൈസ് ഒക്കെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും കുറച്ച് ദിവസം കൂടെ നോക്കാം, ഒരു 4-5 ദിവസം കൂടെ നോക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ആഴ്ചയോടുകൂടി കംപ്ലീറ്റ് ചെയ്യാം, ക്ലോസ് ചെയ്യാം ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക്. ബിക്കോസ് കമന്റ്സും ഇല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇല്ല, ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ എക്സസൈസ് ചെയ്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. വേറെ എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അങ്ങനല്ല, നിങ്ങൾക്ക് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം, ഈ ആഴ്ച അല്ല ചേച്ചി കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്സും കമന്റ്സും അനുസരിച്ച് മാത്രമായിരിക്കും ചെയ്യുക. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അഭിപ്രായങ്ങൾ പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ചുമ്മാതിരുന്ന് കാണുന്ന പോലെ ആയിപ്പോട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അഭിപ്രായങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മിനിമം 1000 കമന്റ്സ് എങ്കിലും വരണം ഉറപ്പായിട്ടും. അത്രയും വന്നാൽ മാത്രമേ ഞാൻ ഇനി അടുത്ത എക്സസൈസുകൾ ചെയ്യുള്ളൂ. അവിടെ എല്ലാവരും കമന്റ്സും ഒക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കൈ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൈഡ് വരെ റൊട്ടേറ്റ് ചെയ്യുക. എല്ലാം ഒരു 20 to 25 സെക്കൻഡ്സ് ഞാൻ ചെയ്യുന്നത് വരേക്കും നിങ്ങൾ കൂടെ ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും, പക്ഷേ ഭയങ്കര പാടാണ്. അതായത് നമ്മൾ അകത്തുനിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് റൗണ്ടായിട്ട്, പിന്നെ തിരിച്ചു വരുമ്പോൾ അകത്തോട്ട് റൗണ്ടായിട്ടും ഇതുപോലെ ചെയ്യുക. അതായത് കൈ രണ്ടും സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഉറപ്പിച്ച് വയ്ക്കുക. കൈയുടെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി വയ്ക്കുക. അതിനുശേഷം ലൂസായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കൈ രണ്ടും എന്താ പറയുക, നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. കൈക്ക് നല്ലപോലെ പെയിൻ തോന്നും. നമുക്ക് എത്രത്തോളം പെയിൻ തോന്നുന്നു, ആ പെയിൻ തോന്നുന്ന സമയത്ത് വീണ്ടും പുഷ് ചെയ്ത് ചെയ്യുമ്പോഴാണ് കൈ കുറയുക. അപ്പോൾ നമ്മൾ എന്തായാലും എക്സസൈസ് സീരീസ് ചെയ്യുമല്ലേ, അപ്പോൾ ഇപ്പോഴും തന്നെ ഇതുപോലെ നമുക്ക് ഒരിടത്ത് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. കംഫർട്ടബിളായിട്ട് നമ്മൾ TV ഒക്കെ കാണുന്ന സമയത്തും ഒക്കെ ഇരുന്ന് കംഫർട്ടബിളായിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്യുക. നമുക്ക് വയ്ക്കുന്ന സമയത്ത് കൈ നല്ലൊരു പെയിൻഫുൾ ആയിരിക്കും, പക്ഷേ ആ പെയിൻഫുൾ ആണെങ്കിലും അത് നല്ല ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്ത സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രേയിങ് മോഡ്, അതായത് കൈ ഇങ്ങനെ തൊഴുകുന്ന മാതിരി വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് കൈ ചെസ്റ്റ് വരെ താഴേക്ക് കൊണ്ടുവരിക. കൈ ഞാൻ അന്ന് ഫസ്റ്റ് നമ്മൾ എക്സസൈസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കൈ ഒരിക്കലും താഴ്ന്ന് അകന്നു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ബ്രസ്റ്റ് നല്ലപോലെ മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. കാരണം നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് നല്ലപോലെ ആ ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗവും നല്ലപോലെ ടൈറ്റ് ആകും. അപ്പോൾ നമ്മുടെ കൈയും കുറയും, അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റ് ഭാഗവും മുകളിലേക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. ഇപ്പം മുകളിലേക്ക് പൊക്കുമ്പോൾ നമുക്ക് ഇൻഹെയിൽ ചെയ്യാം, താഴോട്ട് താത്ത് വരുന്ന സമയത്ത് എക്സെയിലും ചെയ്യാം. എത്ര കൗണ്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളിപ്പം ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ കൂടെ ഇത്രയും കൗണ്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം നോക്കിയാണ് കാണാതെ ചെയ്യുവാണെങ്കിൽ ഒരു 45 സെക്കൻഡ്സ് എങ്കിലും
ഇത് ചെയ്യണം കേട്ടോ. ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത ഉടനെ അടുത്തതിലോട്ട് പോകണ്ട, ഒരു 2 സെക്കൻഡ്സ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോയാൽ മതി. കാരണം ഇത് കൈക്ക് കുറച്ച് അത്യാവശ്യം നല്ല പെയിൻഫുൾ ആയിട്ടുള്ള എക്സസൈസസ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പതുക്കെ ചെയ്താൽ മതി. ഇനി കൈ നല്ലപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിവർത്തി, നമ്മുടെ പോസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. എന്നിട്ട് മുകളിലേക്കും താഴേക്ക് പതുക്കെ കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് നല്ല സ്ട്രെച്ച് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. താഴോട്ട് കൈ ഉണ്ടോ പതുക്കെ താഴേക്ക് വരിക. എന്നിട്ട് നല്ല പുഷ് ചെയ്ത് മുകളിലേക്ക് ആക്കുക. പുഷ് ചെയ്ത് മുകളിലാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ അറിയാൻ പറ്റും. നമ്മളെ ബ്രസ്റ്റും ഇങ്ങനെ എന്താ പറയുന്നത് താഴോട്ട് വരാതെ നല്ലപോലെ ടൈറ്റായിട്ട് മുകളിലേക്ക് വരാനായിട്ട് സഹായിക്കും. പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിനകത്തും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. നല്ല പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് ധാരാളം കഴിക്കണം. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ജമ്പിങ് എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്പോർട്സ് ബ്രായോ അല്ലെങ്കിൽ ഫുൾ കവറേജ് ഉള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു ബ്രായോ ഒക്കെ യൂസ് ചെയ്ത് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ചെയ്യുന്ന പൊസിഷൻ കറക്റ്റ് ആയാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ല താഴോട്ടാക്കുമ്പോൾ പതുക്കെ വന്നിട്ട് മുകളിലേക്ക് നല്ലപോലെ പുഷ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ സീരിയൽ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്ന സമയത്തോ ഒക്കെ റിലാക്സ് ആയിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ എന്താ പറയുന്നത് കാണുന്ന കണക്ക് അത്ര ഈസി അല്ല. ചെയ്യുമ്പം അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ട് തന്നെയായിരിക്കും അത് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ ഒരാൾ ആരെങ്കിലോടൊക്കെ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നല്ല പുഷ് ചെയ്തിരിക്കണം. ഞാൻ ഇതിനകത്ത് എൻ്റെ പുഷ് കുറവാണ്. നല്ലപോലെ പുഷ് ചെയ്യണം കേട്ടോ. നല്ല ഫ്രണ്ടിലേക്ക് നല്ലപോലെ പുഷ് ചെയ്തിരിക്കുക. ഫ്രണ്ടിലേക്കും സൈഡിലേക്കും ഒക്കെ നല്ല രീതിയിൽ പുഷ് ചെയ്യുക. പുഷ് ചെയ്ത് മുകളിൽ ഫ്രണ്ടിലേക്ക് ആക്കുക. നമ്മുടെ കൈയുടെ മസിലിന് നല്ലൊരു സ്ട്രെച്ചസും ആണ്, നല്ല എക്സസൈസസും ആണ്. ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ 2 രീതിയിലുള്ള ഇത് വയറിനും ആക്ച്വലി നല്ലതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മോൾ ഭാഗം ശരീരത്തിൻ്റെ അപ്പർ ബോഡി ഫുള്ളായിട്ട് നല്ല രീതിയിൽ മൂവ് ആകുന്ന ഒരു എക്സസൈസ് തന്നെയാണിത്. അതുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര എന്താ പറയുന്നത് എഫേർട്ട് എടുത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ കൈക്ക് നല്ല എഫേർട്ടും ആണ്, എന്നാൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതുമാണ്. ഓക്കെ, എന്നിട്ട് ഒരു 2 സെക്കൻഡ്സ് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത എക്സസൈസിലോട്ട് പോകാം. എപ്പോഴും ലൂസായിട്ടുള്ള ഡ്രസ്സസ് ഇട്ട് വേണം നമ്മളെപ്പോഴും ആംസ് എക്സസൈസ് ചെയ്യാനായിട്ട്. നല്ല ഫാറ്റായിട്ട് എൻ്റെ ഡ്രസ്സിനകത്ത് ഉണ്ട്, ഒരാൾ കൂടെ കയറി പോകാം. എന്നിട്ട് കൈ ഇങ്ങനെ മുകളിലേക്കാക്കുക, താഴേക്ക് ഇങ്ങനെ തൊങ്ങി വീഴുന്ന മാതിരി കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം മുകളിലേക്ക് താഴേക്ക് നല്ല പോലെ സ്ട്രെച്ച് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുവരണം. ചുമ്മാ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് തൊങ്ങാൻ വിടരുത്. നല്ല ബാക്കിലേക്ക് പുഷ് ചെയ്യുക. ബാക്കിലേക്ക് കണ്ടോ, മുകളിലേക്ക് താഴെ ഇങ്ങനെ ബാക്കിലേക്ക് നല്ലപോലെ പുഷ് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുവരിക. ബാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഷോൾഡറിൽ നിന്ന് താഴെ വരെ ഉള്ളത് ഒരേ ലെവലിലായിട്ടായിരിക്കണം ഇരിക്കുന്നത്. ആ പൊസിഷൻ ഒരിക്കലും മാറ്റാൻ പാടില്ല. കൈയുടെ മുട്ടിൻ്റെ താഴോട്ടുള്ള ഭാഗം മാത്രം വേണം മുകളിലേക്കും താഴേക്കും പോകാനായിട്ട്. പോകുമ്പോൾ നമ്മുടെ ബ്രസ്റ്റ് സൈഡ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. നമുക്ക് നല്ലൊരു ടൈറ്റ് ഫീലിംഗ് അവിടെ കിട്ടും. കാരണം അവിടെ ഇങ്ങനെ എന്താ പറയുക ടൈറ്റായിട്ടിരിക്കുന്ന ഒരു ഫീല്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ 2-3 സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് അത് ചെയ്യുന്നത്. പിന്നെ ബ്രാ ബൾജ് എന്നൊക്കെ പറയത്തില്ല, നമ്മുടെ മുതുകിൻ്റെ ബാക്കിലൊക്കെ ബൾജ് ഉണ്ടാവത്തില്ലേ, അതും നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഓക്കെ, കൈ നിങ്ങൾക്ക് നല്ലപോലെ പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് കുടയാം. നല്ലപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തത് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ വെളിയിലേക്ക് തള്ളുന്ന മാതിരി ഒന്ന് അകത്തോട്ട് വരുന്ന സമയത്ത് പതുക്കെ അകത്തോട്ട് വന്നിട്ട് നല്ല പുഷ് ചെയ്ത് വെളിയിലേക്ക് തുറക്കുന്നത്. നമ്മുടെ സൈഡിൽ എന്തെങ്കിലും ഇരിക്കുവാന്ന് വെച്ചോ, ഇങ്ങനെ നമ്മൾ അടുത്തോട്ട് എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തള്ളി വിടുന്നത്, അതേപോലെ നല്ല സ്ട്രെച്ച് ചെയ്ത് തള്ളി വിടുക. നിങ്ങളെ കൊണ്ട് എത്രത്തോളം പുഷ് ചെയ്ത് തള്ളാൻ പറ്റുന്നോ അത്രത്തോളം പുഷ് ചെയ്ത് വേണം ഇത് തള്ളാനായിട്ട്. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് വെളിയിലേക്ക് തള്ളുക. 4, 5, 6 പതുക്കെ ചെയ്താൽ മതി കേട്ടോ. 7, 8 നമ്മുടെ കൈക്ക് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല ഇതിനെക്കാട്ടിയും അതായത് ഫാസ്റ്റായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും സമയമെടുത്ത് പതുക്കെ നല്ലപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് പെയിനും പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം പെയിൻ ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നമ്മളിതുപോലെ പതുക്കെ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ പെയിനും ഫീൽ ചെയ്യും, റിസൾട്ടും കിട്ടും. ഇപ്പോൾ തന്നെ എല്ലാവരും ടയേർഡായിട്ടുണ്ടാവും. എനിക്കറിയാം കൂടെ ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന എക്സ്പ്രഷൻ്റെയൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ടാവും എന്തോരം പെയിൻഫുൾ ആണെന്ന് ഉള്ളത് അല്ലേ. എന്നിട്ട് അടുത്തതെന്ന് വെച്ചാൽ കൈ നല്ലപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ബാക്കിലേക്ക് കണ്ടോ, കൈയുടെ ബാക്കിലേക്ക് നമുക്ക് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഈസി അല്ല. സ്ട്രെയിറ്റ് ആയിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ മുടിയുടെ ബാക്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് തൊടുന്ന രീതിയിലല്ല തൊടണം. കൈ നല്ല ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് പിടിച്ചു വയ്ക്കാം. എന്നിട്ട് നല്ല പുഷ് ചെയ്ത് വേണം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വരുവാനായിട്ട്. അല്ല ചുമ്മാ കൈ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്കാനല്ല, നല്ല പുഷ് ചെയ്ത് കൈ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കുക. ഇവിടെ പോസ്ചർ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അല്ല ചുരുണ്ടു കൂടിയൊക്കെ ഇരുന്നിട്ടൊന്നും ഒരിക്കലും ചെയ്യരുത്. നല്ലപോലെ ഇരിക്കുന്ന പോസ്ചർ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാം.
ഓക്കെ. പിന്നെ വെള്ളമൊക്കെ കുടിക്കാൻ ആരും മറക്കരുത് കേട്ടോ. ധാരാളം വെള്ളം കുടിക്കണം. നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നോ അത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ രാത്രി നമ്മുടെ ആ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടല്ലോ, അതും കുടിക്കാനായിട്ട് മറക്കരുത്. 10 to 6 ആണ് നമ്മുടെ സമയം ഫുഡ് കഴിക്കേണ്ടത്. ആ ഒരു ഫുഡ് കഴിക്കേണ്ട സമയവും നിങ്ങൾ മറന്നു പോകരുത്. കറക്റ്റായിട്ട് 10 to 6 തന്നെ ഫുഡും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഓയിലി ഫുഡ്സൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ. ഫ്രൈഡ് ഐറ്റംസ്, ഓയിലി ഫുഡ്സ് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യും. അടുത്തത് അതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ബാക്കിലേക്ക് പുഷ് ചെയ്യുമ്പം ഷോൾഡർ വെച്ച് അടുത്ത് വെച്ചിട്ട് നല്ല പോലെ ബാക്കിലോട്ടുണ്ടോ ഇതുപോലെ പുഷ് ചെയ്ത് മാറ്റണം. ഇതുപോലെ നല്ല പോലെ നമ്മുടെ മുഖത്തും ആ ഒരു എക്സ്പ്രഷൻ വരും നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത്. എനിക്ക് തന്നെ ആക്ച്വലി ചിരി വന്നു കേട്ടോ ഇത് ചെയ്യുന്ന സമയത്ത്. എന്നുവെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസിയാണെന്ന്, പക്ഷേ നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് എത്രത്തോളം ഇതാണ്. പക്ഷേ നമ്മൾ ഈ ഒരു വയസ്സിലൊക്കെ ഉണ്ടല്ലോ ഒന്ന് കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാരിയൊക്കെ ഇടുമ്പോൾ ചെറിയ ബ്ലൗസൊക്കെ ഇടുവാണെങ്കിലും ആ ഒരു ഭംഗി നമുക്ക് നിലനിർത്താനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കുന്നതിന് മുമ്പും ഡിന്നർ കഴിക്കുന്നതിന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ആപ്പിൾ സിഡർ വിനീഗർ കുടിക്കുക. അത് മറക്കരുത്. ആപ്പിൾ സിഡർ വിനീഗർ കുടിക്കാനായിട്ട് മറക്കരുത്. ആപ്പിൾ സിഡർ വിനീഗർ കറക്റ്റായിട്ട് കുടിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ നമ്മുടെ വയറിലൊന്നും അധികം കൊളസ്ട്രോളൊക്കെ അകത്ത് അടിഞ്ഞുകൂടാതിരിക്കാനും ഒക്കെ സഹായിക്കും. ആ ഒരു കാര്യവും ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്. പിന്നെ എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഫ്രണ്ടിലേക്ക് കൈ കൊണ്ടുവന്നിട്ട് ബാക്കിലേക്ക് എന്തെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് തള്ളി തുറക്കുന്ന മാതിരി ബാക്കിലോട്ടാക്കുക. നമ്മൾ മറ്റേതിങ്ങനെ സൈഡിലോട്ടാക്കി, ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് മാറ്റുക. നല്ല രീതിയിൽ പുഷ് ചെയ്യണം. പുഷ് ചെയ്യുന്ന സമയത്ത് ഒരു ദാക്ഷിണ്യം കാണിക്കരുത്. കൈ വേദനിക്കുന്നെന്നും പറഞ്ഞിട്ടൊന്നും കൈയൊന്നും തളർത്തിയിട്ട് ചെയ്യരുത്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മളെ എന്നേക്കുമായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എഫേർട്ട് ഇട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ കുറച്ച് നമ്മൾ വേദന എടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പുഷ് ചെയ്യുന്നു എന്നുള്ളതാണ് റിസൾട്ട് എത്രത്തോളം പെട്ടെന്ന് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് വേദന എടുക്കും തോറും പെട്ടെന്ന് അങ്ങനെ അത്രയും പുഷ് ചെയ്ത് ചെയ്യാം. എനിക്കറിയാം നല്ല എന്താ പറയുന്നത് എഫർട്ടുള്ള പണിയാണ്. അല്ലാതെ ചുമ്മാ ഈസി ആയിട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഇത്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നല്ല ലീനായിട്ടിരിക്കുന്ന കൈയല്ലേ നല്ല ഭംഗി. അടുത്ത ലാസ്റ്റ് എക്സസൈസാണ് ഷോൾഡർ. കൈ രണ്ടും നമ്മൾ പുഷപ്സ് ചെയ്യുന്നത് പോലെയാണ്. കൈ രണ്ടും സോഫയുടെ 2 സൈഡും എഡ്ജിലായിട്ട് വയ്ക്കുക. അറ്റത്തായിട്ട് വെച്ചിട്ട് ഇരുന്നിട്ട് മുകളിലേക്ക് എഴുന്നേൽക്കുക. ഇരിക്കുമ്പം നമ്മളെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട്. ബട്ടക്സ് തറയിൽ തൊടണം കേട്ടോ. ബട്ടക്സ് തറയിൽ തൊട്ടിട്ട് മുകളിലേക്ക് വയ്ക്കുക. കണ്ടോ ഇതുപോലെ ബട്ടക്സ് തറയിൽ തൊടുക. മുകളിലേക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കരുത്, പക്ഷേ മുകളിലേക്ക് ഇരിക്കുന്ന പോലെ വരിക. എന്നിട്ട് കൈക്കായിരിക്കണം ബലം ഫുള്ള്. നമ്മുടെ കൈ എഡ്ജിലിരിക്കുന്നത് കൊണ്ട് തന്നെ കൈക്ക് നമ്മളൊരു പുഷപ്പ് കൊടുക്കുന്ന പോലെ എഫക്റ്റ് കിട്ടും. നമ്മളിതുപോലെ ഇരുന്ന് എഴുന്നേൽക്കുമ്പം അതുപോലെ കൃത്യമായിട്ട് ഇതുപോലെ ഇരുന്ന് എഴുന്നേൽക്കുക. അപ്പോൾ ഇത്രയും എക്സസൈസുകളാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ കൈക്ക് മാത്രം ആയിപ്പോയെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഡെയിലി വാക്കിങ്ങും സ്കിപ്പിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കുഞ്ഞു എക്സസൈസുകളും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിഡിലൻ റിസൾട്ട് കിട്ടും. ബോഡിയെല്ലാം നല്ലപോലെ നമുക്ക് ഒരു ഷേപ്പായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര എക്സസൈസ് നിങ്ങൾ ചെയ്യുക. ഒറ്റ റൗണ്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് ഒരുപാട് റൗണ്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരേ ഒരു റൗണ്ട് മാത്രം ചെയ്താൽ മതി. ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇതുപോലെ ഒന്ന് കൈയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വിടുക. കാരണം നല്ല പെയിൻ ഉണ്ടാവും. പ്രസ് ചെയ്ത് വിടുക. കാരണം രണ്ടാമത്തെ റൗണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇച്ചിരി അധികം നേരം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓക്കെ, നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്തും കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല.